ഹലോ ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നമ്മൾ അത്ത ഇടുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എനിക്ക് ചെറിയൊരു ഗാർഡൻ ഉണ്ട്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഫ്ലവേഴ്സ് മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരുപാടൊന്നുമില്ല, ഒരു 5-6 കൂട്ടം ഫ്ലവേഴ്സ് കിട്ടാറുണ്ട്. അപ്പം ഞാൻ കൂടുതലും എൻ്റെ ഗാർഡനിൽ ഞാൻ കുറേ നാളായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും ഈ ലീഫി ലൈക്ക് പ്ലാന്റ്സ് ആണ്. ലൈക്ക് വെറൈറ്റി ആയിട്ടുള്ള ലീവ്സ് ഉള്ളത്. അധികം ഫ്ലവറിങ് പ്ലാന്റ്സ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ബേർഡ്സിന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ചെറിയൊരു കിളിക്കൂടൊക്കെ മേടിച്ചു, പക്ഷേ അതിൽ കിളി വരുന്നുണ്ടോ ലൈക്ക് ഡൗട്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പാത്രം ഇരുന്നപ്പോൾ അതിനകത്ത് ഇച്ചിരി ഇട്ട് കൊടുത്തപ്പം അത് തീരുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ ഇതിലിട്ട് കൊടുക്കാറുണ്ട്. കിളിക്കൂടിൽ കുറച്ചിടാറുണ്ട്. വന്നാലും ഇനി അങ്ങനെ. ഇത് മുക്കുറ്റിയാട്ടോ, ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് നോക്കി വെച്ചിരിക്കുകയാണ് ഇടാൻ വേണ്ടിയിട്ട്. അതാണ് ആ പറഞ്ഞ കിളിക്കൂടൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു ഗാർഡൻ. പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അച്ഛനാണ് ചെയ്യുന്നത്. അതൊരു കുളമാണ്, 2 കുളമാണ് എനിക്കുള്ളത്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും. ഇതാണ് എൻ്റെ ഒരു കളം. നോക്കടാ, ഇപ്പോൾ ഒരു സാധനം കാണുവേ. ഞാൻ എപ്പോഴും ഇങ്ങനെ കുളത്തിൽ ആ കറുത്ത സാധനം കണ്ടോ, അതൊരു മീൻ കുഞ്ഞാടാ. ഞാൻ കരുതിയത് എന്താണ് ഒരു സാധനം, ലൈക്ക് അത് ഒരു മീനിൻ്റെ മൂട്ടുണ്ട്, എന്നാലും അനങ്ങുന്നില്ല സംഭവം. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇത് അനങ്ങുന്നു, കണ്ടില്ലേ. അപ്പോൾ അത് മീൻ കുഞ്ഞാണ്. പിന്നെ നോക്കിയപ്പോൾ 2-3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്നപ്പം നോക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ രാവിലെ തന്നെ പഠിക്കാനിരുന്നു. തൊഴിൽ വാർത്ത, തിങ്കളാഴ്ച ആണ്ട് തൊഴിൽ വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിക്കുകയാണ്. അന്ന് തന്നെ ഞാനൊരു 3-4 പേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റഡീസൊക്കെ. അപ്പം അതുകൊണ്ടൊക്കെ വായിച്ചിട്ടൊക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഒറ്റയടിക്കെല്ലാം കൂടെ തുടങ്ങാതെ പതിയെ നമുക്ക് ടൈം കൂട്ടി കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവളാണ് സ്നൂപ്പി. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. പുള്ളിക്കാരി അത്യാവശ്യം ഞാനുമായിട്ട് നല്ല രീതിയിൽ അടുത്ത് തന്നെ കണ്ടാലൊക്കെ ഓടി വരാറുണ്ട്. ബാക്കി 2 പേരും കൂടെ ഉണ്ട്. അത് ആർക്കെങ്കിലും കൊടുക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പുള്ളിക്കാരി കംഫർട്ടബിളായിട്ട് ഞാനുമായിട്ട് സോ ഹാപ്പി ഇതായിട്ട് ഇടയ്ക്ക് ഞാൻ അവളുമായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ രസമുണ്ട് ആൾ. അങ്ങനെ അതിന് ശേഷം ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ ഞാൻ നോട്ട് എഴുതിയാണ് പഠിക്കാറുള്ളത്. അതേപോലെ തന്നെ ഇൻസ്റ്റാ പേജ് ഐ ഡി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തൊഴിൽ വാർത്ത വായിക്കാനിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുകയാണ്. കെമിസ്ട്രിയുടെയാണ് ഞാൻ ക്വസ്റ്റ്യൻസ് നോക്കിയത്. അപ്പോൾ കുറച്ച് നാൾ ഗ്യാപ്പ് എടുത്തായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പം ഇല്ല, അങ്ങനെ അത് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാൻവാസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ആ സ്കില്ലൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്രിലിക് പെയിൻറ്റ് തന്നെ മേടിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത് ക്യാൻവാസിനകത്ത്. അപ്പോൾ അതങ്ങനെയൊക്കെയാണ് നോക്കണം. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി വലുതാട്ടോ. ഭയങ്കര നല്ല രസമുണ്ട്, വർക്കൊക്കെ ചെയ്യാനായിട്ട് നല്ല രസമുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് സോ. അങ്ങനെ അതൊക്കെ നോക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് എൻ്റെ പുതിയ ചെടികൾ. 1-2 എണ്ണം വാങ്ങിയത്. കണ്ടോടാ, എത്ര മീൻകുട്ടികൾ അവിടെ 10-20 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ കണ്ടേ. ഐ എം സോ ഹാപ്പി. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ. ബായ്.